ദേശീയപാത നിർമ്മാണം പ്രദേശവാസികൾക്ക് സമ്മാനിക്കുന്ന ദുരിതത്തിന്റെ അടയാളമാണ് ഈ ഗോവണി. ദേശീയപാതയിൽ ശ്രീനാരായണപുരം പള്ളിനടയിൽ നൂറുകണക്കിന് ആളുകൾ റോഡ് മുറിച്ചു കടക്കാൻ ഉപയോഗിക്കുന്നത് ഈ മരഗോവണിയാണ്. ദേശീയപാതയുടെ പടിഞ്ഞാറ് കിഴക്ക് പ്രദേശങ്ങൾ തമ്മിലുള്ള ബന്ധം നിലനിർത്തുന്നത് ഈ ഗോവണിയാണിപ്പോൾ. ഹയർ സെക്കൻഡറി സ്കൂൾ, പഞ്ചായത്ത് ഓഫീസ്, വില്ലേജ് ഓഫീസ്, ആരാധനാലയങ്ങൾ, വ്യാപാര സ്ഥാപനങ്ങൾ തുടങ്ങിയവ പ്രവർത്തിക്കുന്നത് പള്ളിനടയിലെ പടിഞ്ഞാറ് ഭാഗത്താണ്. ഇവിടങ്ങളിൽ വന്നു പോകുന്നവർക്ക് കൊടുങ്ങല്ലൂർ ഭാഗത്തേക്ക് പോകണമെങ്കിൽ 1 കിലോമീറ്റർ ദൂരം ചുറ്റിക്കറങ്ങേണ്ടി വരും. ബസ്സുകളെ ആശ്രയിക്കുന്ന വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവരാണ് ഏറെ ബുദ്ധിമുട്ടുന്നത്. ഈ പ്രശ്നം ഒഴിവാക്കുന്നതിനായാണ് നാട്ടുകാർ റോഡിൽ ഗോവണി വെച്ചത്. റോഡ് മുറിച്ചു കടക്കാൻ മാർഗമില്ലാത്ത വിധം വികസനം കടന്നു പോകുമ്പോൾ നാട്ടുകാർ അനുഭവിക്കേണ്ടി വരുന്ന ദുരിതത്തിന്റെ നേർക്കാഴ്ചയായി മാറുകയാണ് ഈ ഗോവണി. നമ്മൾ കണ്ടില്ലേ ദേശീയപാത ഈ ഗോവണി കണ്ടില്ലേ? ഇവിടുത്തെ യാത്രക്കാർ ഇപ്പം അപ്പുറത്ത് പോകണത് അപ്പുറത്ത് സ്കൂള്, വില്ലേജ് ഓഫീസ്, അതുപോലെ തന്നെ പഞ്ചായത്ത് ഓഫീസ്, ഒരു വലിയ മസ്ജിദ്, അതുപോലെ തന്നെ ഇപ്പം നാട്ടുകാർ ഇപ്പം ഈ കോണിയമ്മൽ കൂടി കയറിയാണ് അപ്പുറത്ത് പോകണത്. പിന്നെ ഈ റോഡ് ഫുള്ള് പണി ചെയ്യുമ്പോഴത്തേനും 1 കിലോമീറ്റർ അപ്പുറത്ത് പോയിട്ട് വേണം യൂട്ടി അടിച്ച് കൊടുങ്ങല്ലൂർക്ക് പോകണമെങ്കിൽ സുഖമാണ്. ഗുരുവായൂർക്ക് ആ റൂട്ടിൽ പോകണമെങ്കിൽ അപ്പുറത്ത് 1 കിലോമീറ്റർ പോയിട്ട് വേണം അങ്ങോട്ട് ബസ് കയറി പോകാൻ. വളരെ ബുദ്ധിമുട്ടാണ് ഇപ്പം. ഇവിടെ ഇപ്പം അങ്ങോട്ട് സാധനങ്ങൾ മേടിക്കാൻ ഇവിടെ കടകളൊന്നുമില്ല, കംപ്ലീറ്റ് കടകൾ അപ്പുറത്താണ്. അതുകൊണ്ട് വളരെ ബുദ്ധിമുട്ടാണ് ഇപ്പോൾ ഇവിടെയുള്ള ജനങ്ങൾക്ക്. ഇപ്പോൾ ഒരു കോണി വെച്ച് കയറുന്നുണ്ട്, ഭയങ്കര അപകടമാണത്. ഇതിലെ വൺ വേണി ബസ്സുകളും വണ്ടികളും ഇങ്ങനെ ചീഞ്ഞ് പാറി പോകണം. അതുകൊണ്ട് ഇപ്പോൾ ഒരു കോണി വെച്ച് പോകുന്നുണ്ട്. സ്കൂൾ പിള്ളേർ ഇവിടെ ഇറങ്ങിയിട്ട് പോകണം. അതുപോലെ തന്നെ അപകടം വളരെ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടിപ്പോൾ വളരെ ബുദ്ധിമുട്ടിലാണ് പോകുന്നത്. ഈ റോഡിൻ്റെ ഫുൾ പണി ചെയ്യുമ്പോൾ സ്കൂൾ പിള്ളേരും വളരെ ബുദ്ധിമുട്ടും.